തിരികെ സ്വാഗതം. തൃശൂർ പൂരം അലങ്കോലമായതിൽ ADGP മനോജ് എബ്രഹാം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ത്രിതല അന്വേഷണത്തിലെ ആദ്യത്തെ റിപ്പോർട്ടാണ് ADGP സമർപ്പിച്ചത്. പൂരം നടത്തിയതിന്റെ ഏകോപനത്തിൽ പോലീസ് ഇതര വകുപ്പുകൾക്ക് വീഴ്ചയില്ല എന്നാണ് കണ്ടെത്തൽ. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. അനന്തൻ, പിന്നെ ആർക്കാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? ദിവിഷ്, പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണമാണ് നടക്കുന്നത്. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം, ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം, ഒപ്പം ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം. ADGP മനോജ് എബ്രഹാം അന്വേഷിച്ചത് ഈ പോലീസിനെ ഒഴിച്ച് മറ്റ് വകുപ്പുകളുടെ ഏകോപനത്തിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടോ, മറ്റേതെങ്കിലും വകുപ്പുകൾക്ക് പൂരം നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണമാണ് മനോജ് എബ്രഹാം നടത്തിയത്. അതിനുശേഷം ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അദ്ദേഹം DGPക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പക്ഷേ ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പോലീസ് അല്ലാതെ മറ്റ് വകുപ്പുകൾക്ക് വീഴ്ചയില്ല എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഏകോപനത്തിലെ വീഴ്ചയോ അതല്ലെങ്കിൽ ഈ പൂരം അലങ്കോലപ്പെടുന്നതിലേക്ക് നയിക്കാൻ തക്ക രീതിയിൽ മറ്റേതെങ്കിലും വകുപ്പുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായില്ല എന്നുമാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ അദ്ദേഹം ഈ വരുന്ന പൂരങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിൽ നടത്താൻ ഈ മറ്റ് വകുപ്പുകളുടെ ഏകോപനം സംബന്ധിച്ചും കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കേണ്ടത് സംബന്ധിച്ചുള്ള വിശദമായ ശുപാർശകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനം ഈ ആരോഗ്യ വകുപ്പ് കൂടുതൽ സജീവമായി പൂരം ദിവസങ്ങളിൽ ഇടപെടണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആംബുലൻസുകൾ കൂടുതലായി സജ്ജീകരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ വകുപ്പുകളുടെ ഏകോപനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം. ഈ പൂരം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഏകോപനം സംബന്ധിച്ചുള്ള യോഗങ്ങൾ ചേരണം. അതിൽ കൂടുതൽ തീരുമാനങ്ങൾ ഒക്കെ എടുക്കുമ്പോൾ എല്ലാ വകുപ്പുകളെയും സജീവമായി പങ്കെടുപ്പിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആദ്യം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ആയിരുന്നു. അദ്ദേഹത്തിനെതിരെയായിരുന്നു ആരോപണം. അപ്പോൾ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചത് വിമർശന വിധേയമായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അതോടുകൂടി പ്രതിപക്ഷമടക്കം CPI അടക്കം ഈ റിപ്പോർട്ടിനെ വിമർശിക്കുകയും ചെയ്തു. തുടർന്നാണ് സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. ADGP MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് DGP അന്വേഷിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത്, ഒപ്പം തന്നെ ദേവസ്വങ്ങളുടെ ഭാഗത്ത് നിന്ന്, അതുപോലെ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഈ പൂരം അലങ്കോലവുമായി ബന്ധപ്പെട്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യമാണ് ക്രൈംബ്രാഞ്ച് ADGP അന്വേഷിക്കുന്നത്. മറ്റു വകുപ്പുകളുടെ വീഴ്ച സംബന്ധിച്ചായിരുന്നു മനോജ് എബ്രഹാം അന്വേഷിച്ചത്. അതിൽ വീഴ്ചയില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഈ MR അജിത് കുമാറിനെതിരായ അന്വേഷണവും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പോലീസ് ഇതര വകുപ്പുകൾക്ക് വീഴ്ചയില്ല എന്നുള്ളതാണ് മനോജ് എബ്രഹാമിന്റെ കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്.